സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനുമെതിരെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. ജനങ്ങളെ ഏതു തരത്തിൽ ബുദ്ധിമുട്ടിക്കാമെന്ന് വനംവകുപ്പ് ഗവേഷണം നടത്തുകയാണ്. ഇടുക്കിയിലെ വിഷയങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഡീൻ കുര്യാക്കോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും വനംവകുപ്പിനെതിരെ ഉയരുകയാണ്. നിയമ ഭേദഗതി അടക്കം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ട് പോലും ഇടുക്കിയിലെ ജനങ്ങളെ രണ്ടാമതൊരു ഇല്ലെങ്കിൽ വ്യത്യസ്തമായി കണ്ടുകൊണ്ടുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് മാങ്കുളത്തും ഉണ്ടാകുന്നത് എന്നാണ് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നമ്മോടൊപ്പമുണ്ട്. ഈ മാങ്കുളത്തടക്കം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. തീർച്ചയായും ജനങ്ങളെ ഏത് തരത്തിൽ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാകെ സംഘടിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്ന ഈ ശുദ്ധമായ തോന്നിവാസത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കുന്നു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനിയും ആ പോരാട്ടം തുടരും. പാർലമെൻറ്റിനുള്ളിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അത്തരത്തിലാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഈ കാര്യങ്ങൾ അറിയിക്കും. ഒപ്പം തന്നെ ഇതിനെതിരെയുള്ള നിയമ പോരാട്ടവും പ്രതിഷേധവും തുടർന്നു കൊണ്ടുപോകും എന്നാണ് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.